വിവരങ്ങൾ നൽകിയത്. ദിനകർ, കോട്ടയം ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം മണ്ഡലം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പട്ടികയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പുതുപ്പള്ളി തീർച്ചയായും ഉമ്മൻചാണ്ടി തന്നെ, പൂഞ്ഞാറിൽ ടോമി കല്ലാനിയും വൈക്കത്ത് സതീഷ് കുമാർ, സംവരണ സീറ്റാണ്, സതീഷ് കുമാറുമാണ് മത്സരിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സാധ്യത പട്ടികയിലുള്ളത്. ധന്യ, തീർച്ചയായും കോട്ടയത്ത് 4 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഇതിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് കോട്ടയത്ത് മത്സരരംഗത്തെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ മത്സരിക്കും. അതോടൊപ്പം തന്നെ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മത്സരിക്കും. വൈക്കത്ത് സതീഷ് കുമാർ, സംവരണ മണ്ഡലമായ വൈക്കത്ത് സതീഷ് കുമാറും പൂഞ്ഞാറിൽ ടോമി കല്ലാനിയെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ടോമി കല്ലാനി എന്നുള്ള വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ മാറ്റങ്ങൾ കൂടാതെ, അല്ലെങ്കിൽ കോട്ടയത്ത് തിരുവഞ്ചൂരും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയും മത്സരിക്കും. മറ്റ് 2 സീറ്റുകളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സതീഷ് കുമാറും ടോമി കല്ലാനിയുമാണ് മത്സരരംഗത്ത് എത്തുക. ധന്യ. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് ചേരുന്നു. കോട്ടയത്തെ കോൺഗ്രസിന്റെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്ന സമയത്ത് പ്രശാന്ത്, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി തന്നെയാണ്, തിരുവഞ്ചൂർ കോട്ടയത്തും, പൂഞ്ഞാറിൽ ടോമി കല്ലാനിയും വൈക്കത്ത് സതീഷ് കുമാറുമാണ്. ഇതിൽ 3 മണ്ഡലങ്ങളിലും ബാർക്കോഴയും സോളാറും ഒക്കെ ബാധിക്കാൻ വലിയൊരു സാധ്യത തന്നെ വരുന്നുണ്ട്. കാരണം പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി അവിടെ മത്സരിക്കുകയാണെങ്കിൽ വലിയൊരു തിരിച്ചടി നേരിടാൻ തന്നെ സാധ്യതയുണ്ട്. അതുപോലെ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടാതെ പൂഞ്ഞാറിലും വലിയൊരു തിരിച്ചടിക്കുള്ള സാധ്യതയില്ലേ? തീർച്ചയായും സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച വിവാദങ്ങളുടെ എല്ലാം തന്നെ ഒരു കേന്ദ്ര ബിന്ദുവായി തന്നെയാണ് കോട്ടയത്തെ പ്രധാനമായും കാണുന്നത്. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ എല്ലാ വിവാദങ്ങളുടെയും ഒരു വ്യക്തമായിട്ടുള്ള ചർച്ചയും വിശകലനങ്ങളും എല്ലാം തന്നെ പുതുപ്പള്ളി മണ്ഡലത്തിലുണ്ടാകും. പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് സാധ്യത. കാരണം ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് എന്തായാലും മുന്നോട്ട് വെക്കുന്നില്ല. ഒപ്പം പിന്നീട് ഉള്ളത് കോട്ടയമാണ്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ് കോട്ടയം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരിക. അതുകൊണ്ട് തന്നെയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇവിടെ സംസ്ഥാന സർക്കാരിന് വരുന്നിട്ടുള്ള സോളാർ വിവാദ വിഷയങ്ങളെല്ലാം തന്നെ ഇവിടെ വലിയ രീതിയിൽ തന്നെ ഇവിടെ ഈ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടും. ഒപ്പം പൂഞ്ഞാറിൽ ടോമി കല്ലാനിയാണ് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് ടോമി കല്ലാനി DCCയുടെ ഭാരവാഹിയാണ്. ഒപ്പം ബാർക്കോഴ വിഷയത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ടോമി കല്ലാനി ശക്തമായിട്ടുള്ള നിലപാട് KM മാണിക്കെതിരെ KPCC യോഗത്തിലടക്കം ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ടോമി കല്ലാനി ഇത്തരത്തിലൊരു വിവാദത്തിന് തുടക്കമിട്ടു എന്നതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് കണ്ണിലെ ഒരു കരടായി തന്നെ ടോമി കല്ലാനി കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം ഈ പൂഞ്ഞാർ സീറ്റ് തങ്ങളുടേതാണെന്ന് കേരള കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ അവിടെ ആരെ നിർത്തണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ കേരള കോൺഗ്രസിൽ മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ടോമി കല്ലാനിക്ക് ഇവിടെ ഒരു സാധ്യത അല്ലെങ്കിൽ കോൺഗ്രസ് കൽപ്പിക്കുകയും അവിടെ ഒരു സ്ഥാനാർത്ഥി നൽകാനുള്ള, പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് സുധീരന്റെ അടുത്ത അനുയായിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം മുന്നോട്ട് വെക്കുമ്പോൾ അവിടുത്തെ UDF-നകത്ത് വലിയൊരു ചലനങ്ങൾ സൃഷ്ടിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം വൈക്കത്ത് സനീഷ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സനീഷ് കുമാർ 10,000-ലധികം വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി K അജിത്തിനോട് പരാജയപ്പെട്ടത്. മാത്രമല്ല ആ ഒരു സാഹചര്യത്തിൽ സനീഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തന്നെ വലിയൊരു തരത്തിലുള്ള പ്രാദേശിക തലത്തിൽ വലിയൊരു വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. സനീഷിനെ മാറ്റി പകരം പന്തളം സുധാകരനെയോ അല്ലെങ്കിൽ KPCC എക്സിക്യൂട്ടീവ് അംഗം PK ഗോപിയെ അടക്കം കൊണ്ടുവരണം എന്നുള്ള തലത്തിലേക്കുള്ള ചർച്ചകൾ കൂടി ആ മണ്ഡലത്തിൽ പോകുന്നുണ്ട്. ഇത് എത്രത്തോളം സാധ്യമാക്കുക, കാരണം കോൺഗ്രസ് എത്രത്തോളം മുഖവിലക്കെടുക്കും എന്നുള്ള കാര്യം തന്നെ അറിയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും തന്നെ, പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ കോട്ടയത്തെല്ലാം തന്നെ അതുപോലെ ഉമ്മൻചാണ്ടി എല്ലാം തന്നെ ഒരു സ്ഥാനാർത്ഥി ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വൈകിട്ട് സാഹചര്യവും അതുപോലെ പൂഞ്ഞാറിലെ സാഹചര്യം ഒരുപക്ഷെ UDF-നകത്ത് വലിയ കലഹങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചില മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. TP പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ദിനകർ, തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് മണ്ഡലങ്ങൾ കൂടുതലാണ് എങ്കിൽ കൂടി 7 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സിറ്റിംഗ് MLA-മാർ തന്നെയാണ്. നെടുമങ്ങാട് പാലോട് രവി തന്നെയായിരിക്കും, കഴക്കൂട്ടം MA വാഹിദ, വട്ടിയൂർക്കാവ് K മുരളീധരൻ, തിരുവനന്തപുരത്ത് VS ശിവകുമാർ തന്നെയായിരിക്കും മത്സരിക്കുക. അരുവിക്കരയിൽ ശബരിനാഥനെ പോലും മാറ്റിയിട്ടില്ല. മറ്റൊരു ഓപ്ഷൻ അവിടെ കോൺഗ്രസ് കാണുന്നില്ല എന്ന് തന്നെ കരുതണമോ? തീർച്ചയായും ധന്യ, തിരുവനന്തപുരം ജില്ലയിൽ 14 നിയോജക മണ്ഡലങ്ങൾ ആണ് ഉള്ളത്. ഇതിൽ 14ലും കോൺഗ്രസ് തന്നെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്.
അതിൽ നിന്ന് വലിയൊരു മാറ്റമൊന്നും തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും ആകെ എടുത്ത് പരിശോധിച്ചാൽ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ വർക്കല എടുത്ത് പരിശോധിച്ചാൽ വർക്കലയിൽ വർക്കല കഹാറും PM ബഷീർ 2 പേരുടെ പേരുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വർക്കല കഹാർ ആണ് സിറ്റിംഗ് MLA. അദ്ദേഹത്തിന് പകരം ഒരു പേര് കൂടി അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PM ബഷീറിൻ്റെ പേരാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൽ നേരത്തെ കഴിഞ്ഞ തവണ മത്സരിച്ചത് തങ്കമണി ദിവാകരനാണ്. ആറ്റിങ്ങൽ SC മണ്ഡലമാണ്, സംവരണ മണ്ഡലമാണ്. അവിടെ ലീന ആണ് പകരം മത്സരിപ്പിക്കാൻ ഇപ്പോൾ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ചിറയൻകീഴിൽ സംവരണ മണ്ഡലമാണ് ചിറയൻകീഴ്. അവിടെ K വിദ്യാധരന് പകരം പന്തളം സുധാകരനോ ഡോക്ടർ KS ഗോപകുമാറോ ആയിരിക്കും മത്സരരംഗത്ത് എത്തുക എന്ന് വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ഇവയാണ്. നെടുമങ്ങാട് ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായിട്ടുള്ള പാലോട് രവി തന്നെ ആണ് മത്സരിക്കുക. മറ്റു പേരുകൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. വാമനപുരത്ത് C മോഹനചന്ദ്രന് പകരം ശരത്ചന്ദ്ര പ്രസാദിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും മറ്റൊരാളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. കഴക്കൂട്ടത്ത് MA വാഹിദും വട്ടിയൂർക്കാവിൽ K മുരളീധരൻ്റെയും പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മന്ത്രി VS ശിവകുമാറിൻ്റെ പേര് മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അരുവിക്കരയിൽ ശബരിനാഥൻ തന്നെ മത്സരരംഗത്ത് എത്തും എന്നും ഉറപ്പായിരിക്കുന്നു. നേമം JDU ആയിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത്. അത് ഇത്തവണ ഏറ്റെടുക്കുകയാണ് എങ്കിൽ നെയ്യാറ്റിൻകര സനലോ തമ്പാനൂർ രവിയോ മത്സരരംഗത്ത് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു നീക്കം നടക്കുന്നുമുണ്ട്. പാറശാലയിൽ AT ജോർജിന് പകരം നെയ്യാറ്റിൻകര സനലിനെ ഒരുപക്ഷെ മത്സരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് AT ജോർജിൻ്റെ പേരിനൊപ്പം നെയ്യാറ്റിൻകര സനലിൻ്റെയും ഉൾപ്പെട്ടിട്ടുണ്ട്. AT ജോർജിനെ ഒരുപക്ഷെ മാറ്റി നിർത്താനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാട്ടാക്കടയിൽ N ശക്തൻ തന്നെയായിരിക്കും, സ്പീക്കർ N ശക്തൻ തന്നെയായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോവളത്ത് ജോർജ് മേഴ്സിയറിൻ്റെയും M വിൻസെൻറ്റിൻ്റെയും പേര് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ R സെൽവരാജിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ധന്യ. സജേഷ് തരുന്നു തിരുവനന്തപുരത്തെ സാധ്യതാ പട്ടികയുമായി. സജേഷ്, പ്രധാനമായും 2 സംവരണ സീറ്റുകളിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഒന്ന് ചിറയൻകീഴും മറ്റൊന്ന് ആറ്റിങ്ങലുമാണ്. കൂടാതെ നേമത്ത് കഴിഞ്ഞ തവണ പോലെ JDUവിൽ നെയ്യാറ്റിൻകര സനലും തമ്പാനൂർ രവി, ഇതിൽ ആർക്കായിരിക്കും കൂടുതൽ സാധ്യത ഉണ്ടാവുക? ധന്യ, 14 മണ്ഡലങ്ങളിൽ 13 കോൺഗ്രസ് മത്സരിക്കുക. നേരത്തെ നേമത്തായിരുന്നു ജനതാദളിന് സീറ്റ് നൽകിയത്. ഇത്തവണയും ജനതാദളിന് സീറ്റ് നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നു. എന്നാൽ നേമത്ത് ആ സീറ്റ് നൽകാനിടയില്ല. പാറശാലയിൽ സിറ്റിംഗ് MLA-മാരിൽ മാറ്റം വരിക പാറശാലയിലെ AT ജോർജിന് മാത്രമായിരിക്കും. പാറശാല മണ്ഡലം ജനതാദളിന് വിട്ടുകൊടുക്കുന്നതിനുള്ള ആലോചനയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതല്ലെങ്കിൽ ആറ്റിങ്ങൽ നൽകാമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സിറ്റിംഗ് MLA-മാരിൽ പാറശാലയിൽ AT ജോർജിന് മാത്രമായിരിക്കും മാറ്റം വരിക എന്നാണ് സൂചന. വർക്കലയിൽ വർക്കല കഹാറിന്റെ പേരിനൊപ്പം PM ബഷീറിന്റെ പേരും ഉയർന്നു വരുന്നു. PM ബഷീർ DCC വൈസ് പ്രസിഡന്റാണ്, മുതിർന്ന നേതാവാണ്. വർക്കല കഹാറിനെതിരെ ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വർക്കലയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് വർക്കല കഹാറിന്റെ ഒപ്പം PM ബഷീറിന്റെ പേരും വർക്കലയിൽ ഉയർന്നു വരുന്നു. പിന്നീട് പ്രശ്നമുള്ളത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്തും വർക്കല കഹാറിന് സമാനമായ രീതിയിൽ MA വാഹിദിനെതിരെ കോൺഗ്രസിൽ വലിയൊരു വിഭാഗം പടയൊരുക്കം നടത്തുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും കഴക്കൂട്ടത്ത് വാഹിദ് നിർത്തിയ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് പ്രവർത്തകർ തോൽപ്പിച്ചു എന്ന തരത്തിലുള്ള ആരോപണം നിലനിന്നിരുന്നു. സമാനമായ രീതിയിൽ MA വാഹിദിനെതിരെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. എന്നാൽ വാഹിദിന് തന്നെയാണ് കൂടുതൽ സാധ്യത. നെടുമങ്ങാട് പാലോട് രവിക്ക് മാറ്റമുണ്ടായില്ല. വട്ടിയൂർക്കാവിൽ K മുരളീധരന് പകരം VM സുധീരൻ മത്സരിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ മുരളീധരൻ ശക്തമായ നിലപാടാണ് എടുക്കുന്നത്. മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് മാത്രമായിരിക്കും മത്സരിക്കുക എന്ന ഉറച്ച നിലപാട് മുരളീധരൻ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിൽ മാറ്റമുണ്ടാകാനിടയില്ല. തിരുവനന്തപുരത്ത് VS ശിവകുമാർ തന്നെ മത്സരിക്കും. എന്നാൽ ശിവകുമാറിനെതിരെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP-യുമായി കൂട്ടുചേർന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്ന ആരോപണം പോലും ശിവകുമാറിനെതിരെ DCC യോഗങ്ങളിൽ ഉയരുന്നു. വലിയ തോതിൽ ശിവകുമാറിനെതിരെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കൂടുതൽ സാധ്യത VS ശിവകുമാർ തന്നെയാണ്. അരുവിക്കരയിൽ ശബരിനാഥിന്റെ കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല. കോൺഗ്രസ് നേതൃത്വം ശബരിനാഥിന്റെ പേര് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞ രീതിയിൽ തന്നെയാണ്. നേമത്ത് ജനതാദൾ മത്സരിക്കുന്നത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവിടെ തമ്പാനൂർ രവിയും നെയ്യാറ്റിൻകര സനലുമാണ് സാധ്യത. നിലവിൽ തമ്പാനൂർ രവിക്കെതിരെ സോളാറിലെ ആരോപണങ്ങളും ശബ്ദരേഖയും ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് നെയ്യാറ്റിൻകര സനലിനാണ്
കൂടുതൽ സാധ്യത. KPC അധ്യക്ഷൻ VM സുധീരൻ തമ്പാനൂർ രവിയെ ഓഫീസ് ചുമതലയിൽ നിന്ന് പോലും തൽക്കാലം മാറ്റി നിർത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് നേമത്ത് നെയ്യാറ്റിൻകര സനൽ മത്സരിച്ചേക്കും. മറ്റ് കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല. വാമനപുരത്ത് ശരത്ചന്ദ്ര പ്രസാദിനും ഒപ്പം രമണി പി നായരുടെ പേരും ഉയർന്നു കേൾക്കുന്നു. ഐ ഗ്രൂപ്പിന്റെ സീറ്റാണ് വാമനപുരം. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രമണി പി നായർക്കും വാമനപുരത്ത് സാധ്യതയുണ്ട്. ധന്യ. MR സജേഷാണ് തിരുവനന്തപുരത്തെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി എറണാകുളം, ഇടുക്കി, കൊല്ലം ജില്ലകളിലെ സാധ്യത കോൺഗ്രസിന്റെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കൂടി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കോൺഗ്രസിന്റെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തുവിടുകയാണ്. ദിനകർ, എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ സിറ്റിംഗ് MLA മാർ തന്നെ എറണാകുളത്ത് IB ഈഡനും തൃക്കാക്കര ബെന്നി ബെഹനാൻ, കുന്നത്തുനാട് അങ്ങനെയുള്ള കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രം, പറവൂർ VD സതീശൻ, കുറച്ച് മണ്ഡലങ്ങളെ മാറ്റി നിർത്തി തൃപ്പൂണിത്തുറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ K ബാബുവിനെ മാറ്റി ലാലി വിൻസെന്റ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ലാലി വിൻസെന്റ് മത്സരിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം മത്സരിക്കാൻ സാധ്യതയുണ്ട്? ധന്യ, എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിലും കാര്യമായ ഒരു മാറ്റം ഇല്ല. തൃപ്പൂണിത്തുറയിൽ K ബാബുവിനൊപ്പം ലാലി വിൻസെന്റിന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സവിശേഷത. കാരണം സാധാരണഗതിയിൽ K ബാബുവിൻ്റെ പേരിനപ്പുറം മറ്റൊരു പേർ കൂടി ഉൾപ്പെടുത്താൻ യാതൊരു സാധ്യതയുമില്ല എന്നിരിക്കെയാണ് ലാലി വിൻസെന്റിന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് എത്രത്തോളം K ബാബുവിനെ മാറ്റും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുകയില്ല. അത് അന്തിമ പട്ടിക വരുമ്പോൾ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പെരുമ്പാവൂരിൽ ജെയ്സൺ ജോസഫിന് പകരം VJ പൗലോസ്, DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള VJ പൗലോസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആലുവയിൽ അൻവർ സാദത്ത് തന്നെ സിറ്റിംഗ് MLA ആണ്, അദ്ദേഹം തന്നെ മത്സരരംഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പറവൂരിൽ സിറ്റിംഗ് MLA VD സതീശൻ മത്സരരംഗത്ത് വീണ്ടും എത്തും. അതോടൊപ്പം തന്നെ അങ്കമാലി ജേക്കബ് ഗ്രൂപ്പിൽ നിന്നും ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റെടുക്കുകയാണ് എങ്കിൽ റോജി തോമസ് ആയിരിക്കും അവിടെ മത്സരരംഗത്ത് എത്തുക എന്നും അറിയുന്നു. അങ്കമാലി വിട്ടു നൽകാൻ കഴിയുകയില്ല എന്ന ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ വാദിച്ചുവെങ്കിലും അത് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ മൂവാറ്റുപുഴ തങ്ങൾക്ക് വേണമെന്നുള്ള വാദം അവർ ഉന്നയിച്ചിട്ടുമുണ്ട്. വൈപ്പിനിൽ അജയ് തറയിലിന് പകരം MV പോൾ, സുഭാഷ് എന്നീ രണ്ടു പേരുടെ പേരുകളാണ് ഇപ്പോൾ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ, ലാലി വിൻസെന്റ്, ടോണി ചമ്മണി എന്നീ 3 പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ K ബാബുവിൻ്റെയും ലാലി വിൻസെന്റിൻ്റെയും പേരുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എറണാകുളത്ത് ഹൈബി ഈഡൻ്റെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയായിരിക്കും മത്സരരംഗത്ത് എത്തുക. സിറ്റിംഗ് MLA കൂടിയാണ് ഹൈബി ഈഡൻ. തൃക്കാക്കരയിൽ ബെന്നി ബെഹനാൻ മത്സരരംഗത്ത് എത്തും, ഏതാണ്ട് ഉറപ്പാണ്. അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. കുന്നത്തുനാട് സംവരണ മണ്ഡലമാണ്. VP സജീന്ദ്രൻ തന്നെയായിരിക്കും മത്സരരംഗത്ത് എത്തുക. സിറ്റിംഗ് MLA കൂടിയാണ് അദ്ദേഹം. മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴക്കിൻ്റെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജോസഫ് വാഴക്കൻ സിറ്റിംഗ് MLA കൂടിയാണ്. ഇതാണ് എറണാകുളത്തെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ദിനകർ പറഞ്ഞതുപോലെയാണെങ്കിൽ K ബാബുവിനൊപ്പം മറ്റൊരു പേരും കൂടെ, ലാലി വിൻസെന്റ് എന്നൊരു പേരും കൂടെ ചേർത്തിരിക്കുകയാണ്. ചിലപ്പോൾ ലാലി വിൻസെന്റ് ആയിരിക്കാം എന്നും പറയുന്നുണ്ട്. അതുപോലെ അങ്കമാലിയിൽ ജേക്കബ് ഗ്രൂപ്പിന് തന്നെ ആയിരിക്കുമോ ആ സീറ്റ്? ഇല്ലെങ്കിൽ കോൺഗ്രസിനാണെങ്കിൽ റോജി തോമസ് ആയിരിക്കുമോ അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ളത്? തന്നെ എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് 8 MLA-മാരുള്ളതിൽ 6 പേർക്കും ഏതാണ്ട് സിറ്റിംഗ് സീറ്റ് ഉറപ്പാണ് എന്ന് ഒരു തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. അതിൽ ആലുവയിൽ അൻവർ സാദത്ത്, പറവൂരിൽ VD സതീശൻ, തൃക്കാക്കരയിൽ ബെന്നി ബെഹനാൻ, എറണാകുളത്ത് ഹൈബി, കുന്നത്തുനാടിൽ VP സജീന്ദ്രൻ, മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴക്കിന് ഈ സീറ്റുകൾ ഒരു പക്ഷേ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. തർക്കം വരാനിടയുള്ള സീറ്റുകൾ കൊച്ചി സീറ്റാണ് പ്രധാനമായും. അതിൽ ഡൊമിനിക് പ്രസന്റേഷൻ എന്ന സിറ്റിംഗ് MLA-ക്ക് പുറമെ KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റിന്റെ പേര്, മുൻ മേയർ ടോണി ചെമ്മണിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അക്കാര്യത്തിൽ സഭയുടെ നിലപാട് നിർണായകമാകും എന്ന് പറഞ്ഞു വെക്കാം. മറ്റൊന്ന് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ 5 തവണ ജയിച്ച K ബാബു പക്ഷെ ഇപ്പോൾ ബാർക്കോഴയുടെ നിഴലിലാണ്. അവിടെ മറ്റൊരു പേര് പരിഗണിക്കുന്നു എന്ന് പറയുന്നത് ലാലി വിൻസെന്റിന്റെ പേരാണ്. പക്ഷേ അവിടെ സാമുദായിക സമവാക്യമൊക്കെ പരിശോധിച്ചാൽ ലാലി വിൻസെന്റിനേക്കാൾ സാധ്യത K ബാബുവിന് തന്നെ ആയിരിക്കാം കോൺഗ്രസ് നേതൃത്വം കൽപ്പിക്കുക എന്ന് പറയാം. ഒപ്പം തർക്കം വരാനിടയുള്ള മറ്റൊരു സീറ്റ് അങ്കമാലിയാണ്. അങ്കമാലിയുടെ കാര്യത്തിൽ NSU ദേശീയ പ്രസിഡന്റ് റോജിക്ക് വേണ്ടി ശക്തമായ നിർദ്ദേശം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ജേക്കബ് ഗ്രൂപ്പിലെ ജോണി നെല്ലൂരിന് പകരം ഒരു സീറ്റ് കൊടുക്കേണ്ടി വരും. അത് മൂവാറ്റുപുഴയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴക്കിന് പകരം സീറ്റ് കണ്ടെത്തുക വളരെ ദുഷ്കരമായ കാര്യമാണ്. അതായത് ഈ കോൺഗ്രസിൽ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കിയേക്കാവുന്ന ചില പ്രശ്നങ്ങൾ എറണാകുളം ജില്ലയിലുണ്ട്. അത് അങ്കമാലി
മൂവാറ്റുപുഴയുമായി തർക്കം ഒരുപക്ഷെ നിലനിന്നേക്കാം. ബാക്കി സീറ്റുകളിലൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിറ്റിംഗ് MLA മാർ തന്നെ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. സാലി മുഹമ്മദാണ് എറണാകുളത്തെ വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ മറ്റ് സാധ്യതാ പട്ടികയിൽ ഇനി ഇടുക്കിയും കൊല്ലവുമാണ് പരിശോധിക്കാനുള്ളത്. അതിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കോൺഗ്രസിന്റെ സാധ്യത സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ദിനകർ, ഇടുക്കി ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ ഇടുക്കിയിലെ ഉടുമ്പൻചോലയിൽ റോസി സെബാസ്റ്റ്യനെ മാറ്റി ഡീൻ കുര്യാക്കോസിനെ നിർത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പീരുമേട്ടിലും വലിയൊരു മാറ്റം തന്നെ പ്രതീക്ഷിക്കുന്നു. EM അഗസ്റ്റി ഇല്ലെങ്കിൽ റോയ് കെ പൗലോസ്, PA ജോസഫ് 3 പേരെയാണ് അവിടെ പരിഗണിക്കുന്നത്. തീർച്ചയായും ധന്യ, ഇടുക്കി ജില്ലയിൽ 3 നിയോജക മണ്ഡലങ്ങളാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. അതിൽ ദേവികുളം സംവരണ മണ്ഡലമാണ്. അവിടെ AK മണി തന്നെയായിരിക്കും ഇത്തവണയും സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണയും അദ്ദേഹമായിരുന്നു. ഉടുമ്പൻചോലയിൽ ജോസി സെബാസ്റ്റ്യന് പകരം ഡീൻ കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡീൻ കുര്യാക്കോസിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പീരുമേട് EM അഗസ്തി, അതോടൊപ്പം തന്നെ റോയ് കെ പൗലോസ്, PA ജോസഫ് എന്നീ 3 പേരുടെ പേരുകൾ പരിഗണനാ പട്ടികയിലുണ്ട്, സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. ധന്യ. ലെസ്ലി ജോൺ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. ലെസ്ലി, ദേവികുളത്ത് അതൊരു സംവരണ സീറ്റ് ആയതുകൊണ്ട് AK മണി തന്നെയായിരിക്കും മത്സരിക്കുക എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉടുമ്പൻചോലയിൽ ചിലപ്പോൾ റോസി സെബാസ്റ്റ്യനെ മാറ്റി ഡീൻ കുര്യാക്കോസിനെ നിർത്തിയേക്കാം. അതുപോലെ പീരുമേട്ടിൽ ആർക്കായിരിക്കും? 3 പേരുടെ പേരുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. ആരായിരിക്കും അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ളത്? ധന്യ, നിലവിൽ ജില്ലയിൽ കോൺഗ്രസിന് MLA ഒന്നും തന്നെ ഇല്ലാത്ത ജില്ല കൂടിയാണ് ഇടുക്കി ജില്ല. 3 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് പ്രധാനമായും ഈ ജില്ലയിൽ മത്സരിച്ചിരുന്നത്. ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്നീ 3 മണ്ഡലങ്ങളിലാണ് ഇവരുടെ കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. ഇതിൽ ദേവികുളം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ തമിഴ് വംശജരുടെ വോട്ട് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ജാതി രാഷ്ട്രീയം വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന മണ്ഡലം കൂടിയാണ് ദേവികുളം. INTUC നേതാവും ദേവികുളത്തെ തന്നെ മുൻ MLA-യുമായ AK മണിയെ മാത്രമാണ് ഇവിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടികയിൽ ദേവികുളത്ത് ഉൾപ്പെടുത്താൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ നാളിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ഒപ്പം തന്നെ പീരുമേട്, ഉടുമ്പൻചോല എന്നീ പ്രദേശങ്ങൾ കസൂരംഗ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെട്ട 2 മണ്ഡലങ്ങളാണ്. അതിൽ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ തവണ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും വലിയ തോതിൽ പരാജയപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. എങ്കിൽ കൂടി ഉടുമ്പൻചോലയിൽ അദ്ദേഹത്തിന്റെ പേര് സജീവ പരിഗണനയിൽ ഉണ്ട് എന്നുള്ളത് ശരിയായ നിഗമനം, ശരിയായ കാര്യമാണ്. ഒപ്പം തന്നെ JC സെബാസ്റ്റ്യൻ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി കൂടിയാണ്. അദ്ദേഹത്തെ ഈ തവണ പരിഗണിക്കാൻ യാതൊരു സാധ്യതയും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ ഇടയിൽ നിന്നും ഡീൻ കുര്യാക്കോസിന്റെ പേർ പ്രമുഖ സ്ഥാനത്ത് തന്നെ ഉടുമ്പൻചോലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ DCC പ്രസിഡന്റായ റോയ് കെ പൗലോസും ഉടുമ്പൻചോലയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പേരിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പീരുമേടിലും റോയ് കെ പൗലോസിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. PA ജോസഫ് പ്ലാന്റേഷൻ വർക്കേഴ്സിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ്. പ്ലാന്റേഷൻ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ കാര്യമായി സ്വാധീനം ചെലുത്തുന്ന പീരുമേട് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാകും ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വം നിർണയിച്ചു കിട്ടുകയാണെങ്കിൽ ലഭിക്കുക. EM അഗസ്റ്റി മുൻ MLA കൂടിയാണ്. കഴിഞ്ഞ 2 തവണയും നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ EM അഗസ്റ്റിയെ മാറ്റി പുതിയൊരാളെ പീരുമേഡിലേക്ക് സ്ഥാനാർത്ഥിയാക്കുന്നതിലേക്ക് പാർട്ടി സജീവമായി ജില്ലാ തലത്തിൽ തന്നെ ചർച്ചകൾ നടക്കുന്നുമുണ്ട്. ധന്യ. ലെസ്ലി ജോണാണ് ഇടുക്കി ജില്ലയുടെ സാധ്യത സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ജില്ലയായ കൊല്ലം ജില്ലയിലെ സാധ്യതാ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. കോൺഗ്രസിന്റെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ദിനകർ, കൊല്ലം ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലും വലിയൊരു മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കും. കൂടാതെ ചാത്തന്നൂരിലും രാജ്മോഹൻ ഉണ്ണിത്താനെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ധന്യ, കുന്നത്തൂരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 നിയോജക മണ്ഡലങ്ങളിലാണ് കൊല്ലത്ത് കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചത്. അതിൽ കുന്നത്തൂർ സംവരണ മണ്ഡലമാണ്. അവിടെ PK രവി ആയിരിക്കും മത്സരിക്കുക. പുനലൂരിൽ ജോൺസൺ എബ്രഹാമോ ആയിരിക്കും ഒരുപക്ഷെ മത്സരിക്കുക. അദ്ദേഹത്തിൻ്റെ പേരാണ് അവിടെ ഉള്ളത്. ചടയമംഗലത്ത്
ഷാഹിദ കമാൽ ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചെന്നാൽ ഇത്തവണ MM നസീറാവും അവിടെ മത്സരരംഗത്ത് എത്തുക എന്നറിയുന്നു. കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ആവാനാണ് എല്ലാ സാധ്യതയും നിലനിൽക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേര് ചാത്തന്നൂരിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലത്ത് സൂരജ് രവി അല്ലെങ്കിൽ മോഹൻ ശങ്കർ ഈ രണ്ടുപേർ ആരെങ്കിലും ഒരാളായിരിക്കും മത്സരരംഗത്ത് എത്തുക എന്നും സൂചനയുണ്ട്. KC രാജനെ ഒഴിവാക്കാനാണ് സാധ്യത. പത്തനാപുരത്ത് ബാബു ജോർജ് അല്ലെങ്കിൽ INDUC നേതാവായിട്ടുള്ള ചന്ദ്രശേഖരനോ മത്സരരംഗത്ത് എത്തുമെന്നും വ്യക്തമായ സൂചനയുണ്ട്. ചാത്തന്നൂരിൽ ബിന്ദു കൃഷ്ണയായിരിക്കും എത്തുക എന്നും ഏകദേശം ഉറപ്പാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേരും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു സമഗ്ര ചിത്രം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള ഒരു അന്തിമ പട്ടിക അല്ല എങ്കിൽ കൂടിയും സാധ്യത പട്ടിക ഇതാണ്. ഇതിൽ നിന്നുമായിരിക്കും കോൺഗ്രസ് പട്ടിക അന്തിമമായി തയ്യാറാക്കുക. ധന്യ. കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ചേർന്നു. രാജ്കുമാർ 7 മണ്ഡലങ്ങളിൽ 5ലും വലിയൊരു മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം കോൺഗ്രസിന് ഗുണകരമായിരിക്കും? ഇതിൽ തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മുഴുവനും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്ന ഈ പേരുകളെല്ലാം തന്നെ. അതേസമയം ഇപ്പോൾ കൊല്ലം ഈ നിയമസഭാ മണ്ഡലം, കൊല്ലം ലോക്സഭാ മണ്ഡലം ഐ ഗ്രൂപ്പിന്റെ പക്കൽ ഉണ്ടായിരുന്നതാണ്. അത് വിട്ടുകൊടുത്തു, RSPക്ക് വിട്ടുകൊടുത്തതോടെ ഏറ്റവും വലിയ കനത്തം സംഭവിച്ചത് ഈ ഐ ഗ്രൂപ്പിനാണ്. അതുകൊണ്ട് കൊല്ലം നിയമസഭാ മണ്ഡലം ഒരു കാരണവശാലും വേറെ ഒരു ഗ്രൂപ്പിനും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ഉറച്ച വാശിയിലാണ് കൊല്ലത്തെ ഐ ഗ്രൂപ്പ് പ്രവർത്തകർ. അവരുടെ ഒരു വികാരത്തിന്റെ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് കൊല്ലത്തിന്റെ സംബന്ധിച്ച് അത് അവർക്കൊരു പ്രസ്റ്റീജ് പ്രശ്നമായതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ഒരു അട്ടിമറി സാധ്യത, സൂരജ് രവി ആണെങ്കിലും ശരി, ഇനി മറ്റാരെങ്കിലും നിന്നാൽ ശരി, ഐ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരവിടെ പാലം വലിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. അതുപോലെ ഈ കുണ്ടറ അതേ പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ സാധ്യതാ പട്ടികയുടെ വിശദാംശങ്ങൾ നൽകിയത് രാജ്കുമാറാണ്. കോൺഗ്രസിന്റെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയാണ് പീപ്പിൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി സഭ പിടിക്കാനുമായി SV പ്രദീപ് ചേരുന്നു.